ഇതൊരു പിക്ചറാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ സ്റ്റോക്കിലുള്ള പിക്ചറാണ്. ആ പിക്ചറിൽ ഇപ്പോൾ എന്താ ചെയ്തിരിക്കണത്? ഒരു ഷേപ്പ് ഇട്ടിട്ട് ആ ഷേപ്പിനകത്താണ് കാണുന്നത്. അതുകൂടാതെ പുള്ളീൻ്റെ ഫേസിലെ ഈ ഹെയർ പോർഷൻ ആ ഷേപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്നത് 2 മാസ്ക് ഉണ്ട്. ക്ലിപ്പിംഗ് മാസ്ക് ഉണ്ട്, ലെയർ മാസ്ക് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് പ്രാക്ടീസ്. ഓക്കെ, ആദ്യം ക്ലിപ്പിംഗ് മാസ്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഡോക്യുമെൻ്റ് എടുത്തു. ആ ഡോക്യുമെൻറ്റിൽ ആ ഇമേജിനെ ഞാനിതിൽ ഇമ്പോർട്ട് ചെയ്തു, ഡ്രാഗ് ചെയ്തതിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ഈ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെയുള്ളത്? ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ട്, ആ ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഒന്ന് ചെറുതാക്കി കൺട്രോൾ ടി അടിച്ചിട്ട് ഒന്ന് ആൾട്ടും ഷിഫ്റ്റും പിടിച്ച് ചെറുതാക്കി. ഓക്കെ, ഇനി ഒരു ഷേപ്പ് വരയ്ക്കണം. നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു റൗണ്ടഡ് ഷേപ്പ് വരയ്ക്കണം. അതിനെന്ത് ചെയ്യണം? റൗണ്ടഡ് ബോക്സ് ടൂൾ എടുക്കണം, എന്നിട്ട് വരയ്ക്കണം. ഇങ്ങനെ വരച്ച് വലുതായി വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? റൗണ്ട് എന്നുള്ളത് എഡ്ജ് മാത്രം റൗണ്ടായിരിക്കുള്ളൂ. നമുക്ക് മൊത്തം റൗണ്ടായി കിട്ടണം. അതിനെന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ചെറുതായിട്ട് വരയ്ക്കുക. ആ റൗണ്ടഡ് ഷേപ്പ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചെറിയ രീതിയിൽ വരച്ചിട്ട് എന്താ ഒന്ന് അടുപ്പിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി അതിന് കുറച്ച് ഹൈറ്റ് കൂട്ടുക എന്തെങ്കിലും ചെയ്യണം പറയുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്യുക, താഴെ മാത്രം ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ട് പിടിച്ച് വലിക്കുക. ഓക്കെ, ഇനി അത് വലുതാക്കണം. വലുതാക്കാൻ മൂവ് ടൂൾ എടുത്തു, കൺട്രോൾ ടി അടിച്ചു, ഷിഫ്റ്റ് പിടിച്ചിട്ട് വലുതാക്കി. കണ്ട, വലുതായി ഇല്ലേ? ഇനി ഇതിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സെയിം ലെയറിൽ തന്നെ കിട്ടണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തിട്ട്, ഇതൊക്കെ സെലക്ഷൻ ടൂളിൽ പഠിക്കുന്ന സാധനമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്നത്. പാത്ത് സെലക്ഷൻ ടൂൾ എടുക്കണം, ആൾട്ട് പിടിച്ചിട്ട് ഷിഫ്റ്റും കൂടി പിടിച്ചാൽ കറക്റ്റ് സ്ട്രൈറ്റ് ലൈന് വരും. താഴെയും മുകളിലും ഇറങ്ങാതെ ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്യുക, കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഒന്നും കൂടി അതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുക. കറക്റ്റ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആരോ കീയിൽ നമുക്ക് നീക്കാം. ഓക്കെ, ഇനി നടുക്കത്തെ ഷേപ്പിന് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, ഇനി മൂവ് ടൂൾ എടുത്തു, സെലക്ട് ചെയ്തു. കളർ വേണമെങ്കിൽ ഇത് വൈറ്റ് കളർ കൊടുത്തു കാണാൻ. ഇനി കൺട്രോൾ ടി അടിച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഫ്ലിപ്പ് ആവും. കണ്ടാ? ഏകദേശം ഇങ്ങനെ വന്നു. അതിനെ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ലെയറിൽ അതിനെ ഒപ്പാസിറ്റി ഒന്ന് കമ്മിയാക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് പുള്ളിക്കാരൻ്റെ ഫേസ് കാണുന്നുണ്ട്. കണ്ടാ? ഒപ്പാസിറ്റി വീണ്ടും 100 ആക്കി. ഇനി ഈ ഷേപ്പ് ലെയറിനെ താഴെ കൊണ്ടുപോവാം, ഈ ഇമേജിനെ മുകളിൽ കൊണ്ടുപോകണം. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൺട്രോൾ പിടിച്ചിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അടിക്കുക. അപ്പോൾ ഇമേജ് മുകളിൽ പോയി. ഇനി ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയും. ഈ പറഞ്ഞ ഇമേജ് ഈ ഷേപ്പിനകത്ത് പോകണം. ഓക്കെ, ഞാൻ അതിൻ്റെ കളർ ഞാൻ മാറ്റാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് കൊടുക്കും. ഇപ്പം ഇതാണ് ഇമേജ് ലെയർ, ഇത് വന്നിട്ട് ഷേപ്പ്, അത് താഴെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ബ്ലാക്ക് ആക്കി. ഇനി ഇമേജിനെ ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കാണുന്നില്ലേ? അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കണത്? ഈ ഇമേജ് ഈ ലെയറിലെ ഈ ഷേപ്പിനകത്ത് പോയി. അപ്പം എന്തായി? ആ ഷേപ്പിനകത്ത് മാത്രമേ ആ ഇമേജ് കാണുള്ളൂ. ഞാൻ ഇമേജിന് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? കണ്ടാ? അതിൻ്റെ അകത്ത് മാത്രമേ കാണുള്ളൂ. നമുക്ക് പുറത്ത് കൊണ്ടുവരണം പറഞ്ഞാൽ വീണ്ടും ലെയറിൽ പോവുക, ആ ലെയറിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക്, അപ്പോൾ പുറത്ത് വരും. വീണ്ടും ഭാഗത്ത് വേണം പറയുന്നത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഇതിനെ ഷോർട്ട് കട്ട് ഉണ്ട്, കൺട്രോള് ആൾട്ട് ജി.
കൺട്രോൾ ആൾട്ട് ജി അടിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് മാസ്ക് ആവും. അതേ കൺട്രോൾ ആൾട്ട് ജി അടിച്ചു കഴിഞ്ഞാൽ പുറത്തും വരും. ഓക്കെ, കൺട്രോൾ ആൾട്ട് ജി അടിച്ചു. കറക്റ്റ് പുള്ളിക്കാരൻ്റെ ഫേസ് കാണാൻ കറക്റ്റായ രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി എന്താ നമ്മൾ മറ്റേ പിക്ചറിൽ കണ്ടത്? ഈ പുള്ളിയുടെ ഈ ഫേസിന് ഈ ഹെയർ മാത്രം പുറത്ത് വരുന്നുണ്ട് അല്ലേ? ക്ലിപ്പിംഗ് മാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഉള്ളിൽ പോകും. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് വിസിബിൾ ആവണമെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ലെയർ മാസ്ക് ഉപയോഗിക്കും. അതാണ് ലെയർ മാസ്ക് പറഞ്ഞത്. ഓക്കെ, ഇപ്പം രണ്ടും കൂടി ഞാൻ സെലക്ട് ചെയ്തു. ഈ 2 ലെയറും കൂടി ഞാൻ കൺട്രോൾ വെച്ച് സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴെ കൊണ്ടുപോകും. ഓക്കെ, ഇനി പുള്ളിക്കാരൻ്റെ ആ സെലക്ട് ചെയ്ത ഇമേജ് ഇല്ലേ, അതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. കൺട്രോൾ ജെ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഹെയറിൻ്റെ ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഏത് ടൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പെൻ ടൂൾ സെലക്ട് ചെയ്യുക, മറ്റേ ലാസോ ടൂളിലോ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാൻ ക്വിക്ക് സെലക്ഷനിൽ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ലെയർ കൺഫേമായി സെലക്ട് ചെയ്ത ശേഷം ക്വിക്ക് സെലക്ഷനിൽ കറക്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും ഭാഗം സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ലെയർ ആ സെലക്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ലെയർ മാസ്ക് കൊടുക്കാൻ ഇവിടെ താഴെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. എഫക്ട്സിന് ശേഷം ആഡ് ലെയർ മാസ്ക്, അതിലിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഞാൻ സെലക്ട് ചെയ്തത് അത് മാത്രമേ കാണുള്ളൂ. ബാക്കിയൊക്കെ എന്താവും? ഹൈഡായി പോകും. എന്ന് നോക്കിയാൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? ഇത് മുന്നേ താഴെ കാണുന്ന ലെയറാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ലെയർ മാസ്കിൻ്റെ അവസ്ഥ. അല്ല, ഇത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഹൈഡായി. അപ്പോൾ എന്താ, ഇവിടെ ഒരു ബ്ലാക്ക് കളർ ബോക്സ് വന്നിട്ടുണ്ടാവും. ഇതാണ് ലെയർ മാസ്ക്. ഇതിൽ വൈറ്റ് കാണുന്നത് മാത്രമേ നമുക്ക് കാണുള്ളൂ, ബ്ലാക്ക് ഒക്കെ നമുക്ക് കാണില്ല. അപ്പോൾ ഈ കാണുന്ന വൈറ്റും ഞാൻ ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാനിവിടെ കളറ് ബ്ലാക്ക് ആക്കിയിട്ട് ഞാൻ ബ്രഷ് ടൂൾ എടുക്കണു. ബി അടിച്ച് കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ വരും. ഈ കാണുന്ന ബ്രഷ് ടൂൾ. എന്നിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് കളർ ഇതിൽ ഫില്ല് ആവും. കണ്ടാ, ബ്ലാക്ക് കളർ ഫില്ലാകുമ്പോൾ എന്താ സംഭവിക്കണത്? ആ ഫേസിൽ ആ ഭാഗത്തൊക്കെ മാഞ്ഞു പോവാണ്. ഇനി ഇത് ആക്റ്റീവ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ ഭാഗം കട്ടായി. ഇവിടെയും ഞാൻ മായ്ച്ചു കളയും. ഇവിടെയും ഞാൻ മായ്ച്ചു കളഞ്ഞാൽ ആ മുടീൻ്റെ അവിടെയും മാഞ്ഞു പോകും. കാണണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളറ് വൈറ്റ് ആക്കുക. വൈറ്റ് ആക്കിയ ശേഷം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആ ഭാഗത്തൊക്കെ കാണും. വീണ്ടും ഞാൻ ബ്ലാക്ക് ആക്കണം. ഇവിടെ ബ്ലാക്ക് ആക്കിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ മായ്ച്ചാൽ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹെയർ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. ലെയർ മാസ്കിന്റെ ലെയർ ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്തായി? ആ ഭാഗം പഴയ പോലെ ക്ലിപ്പിംഗ് മാസ്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെ ഒരു ഫീൽ വന്നു. ഇങ്ങനെയാണ് ലെയർ മാസ്ക് ചെയ്തെടുക്കുക ഓരോ വർക്കും. ഇത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കിയ കാരണം നമുക്ക് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കാണുന്നു.